ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഉത്തരം 5 തവണ. 5 തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1920, 1925, 1927, 1934, 1937. ഈ 5 വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. 1920, 1925, 1927, 1934, 1937. ഓക്കെ. അടുത്ത ചോദ്യം, ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം? ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം? ഉത്തരം 4 മിനിറ്റ്. 4 മിനിറ്റിലാണ് ഭൂമി 1 ഡിഗ്രി തിരിയുന്നത്. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് സമയം വേണം? 4 മിനിറ്റ്. എത്ര മിനിറ്റാണ്? 4 മിനിറ്റ്. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയതാര്? പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയതാര്? ആരാണ് പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത്? ആരാണ്? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൻ്റെ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് പ്രസംഗം. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ. ഓക്കെ. അടുത്ത ചോദ്യം, വഞ്ചീശമംഗളം അഥവാ വഞ്ചിഭൂമി എവിടുത്തെ ദേശീയ ഗാനമായിരുന്നു? വഞ്ചീശമംഗളം അഥവാ വഞ്ചിഭൂമി എന്നറിയപ്പെടുന്നത് എവിടത്തെ ദേശീയ ഗാനമായിരുന്നു? ഉത്തരം തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ ദേശീയ ഗാനമായിരുന്നു വഞ്ചീശമംഗളം അല്ലെങ്കിൽ വഞ്ചിഭൂമി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ. വഞ്ചീശമംഗളം അഥവാ വഞ്ചിഭൂമി എവിടുത്തെ ദേശീയ ഗാനമായിരുന്നു? തിരുവിതാംകൂർ. ഓക്കെ. അടുത്ത ചോദ്യം, കോൺഗ്രസ്സിലെ തീവ്ര ദേശീയവാദത്തിൻ്റെ നേതാക്കളായ ലാൽ, പാൽ, ഭാൽ എന്നിവരിൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കോൺഗ്രസ്സിലെ തീവ്ര ദേശീയവാദത്തിൻ്റെ നേതാക്കളായ ലാൽ, പാൽ, ഭാൽ എന്നറിയപ്പെടുന്നവരിൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെയാണ് കോൺഗ്രസ്സിലെ തീവ്ര ദേശീയവാദത്തിൻ്റെ നേതാക്കളായ ലാൽ, പാൽ, ബാലിൽ ബാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ, ലാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്. ഓക്കെ. അടുത്ത ചോദ്യം, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, എൻ്റെ വക്കീൽ ജീവിതം ഒരു ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മകഥയാണ്. ആരാണ് അദ്ദേഹം? എൻ്റെ വക്കീൽ ജീവിതം ഒരു ജ്ഞാനപീഠ ജേതാവിൻ്റെ ആത്മകഥയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. അദ്ദേഹം എന്താണ്? ഒരു ജ്ഞാനപീഠ ജേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. അടുത്ത ചോദ്യം, ഏത് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്. സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട്? സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ദിര, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഏത് ഭേദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ദിര അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം അറിയപ്പെട്ട ഭരണഘടനാ ഭേദഗതി? ഏതാണ്?
42ാം ഭരണഘടനാ ഭേദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം അറിയപ്പെട്ടത്. ഏതാണ് 42ാം ഭരണഘടനാ ഭേദഗതി? ഏതാണ് 42ാം ഭരണഘടനാ ഭേദഗതി? അടുത്ത ചോദ്യം, കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ ഏതൊക്കെ? കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ ഏതൊക്കെ? ഏതെല്ലാം നഗരങ്ങളാണ് കുംഭമേളയ്ക്ക് വേദിയാകുന്നത്? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഏതെല്ലാമാണ് കുംഭമേളയ്ക്ക് വേദിയാകുന്ന നഗരങ്ങൾ? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി. ഓക്കെ, ഈ 4 നഗരങ്ങളാണ് കുംഭമേളയ്ക്ക് വേദിയാകുന്നത്. അടുത്ത ചോദ്യം, എത്ര സെൻറ്റ് ആണ് ഒരു ഏക്കർ? അടുത്ത ചോദ്യം, എത്ര സെൻറ്റ് ആണ് ഒരു ഏക്കർ? എത്ര സെൻറ്റാണ് ഒരു ഏക്കർ? 100 സെൻറ്റാണ് ഒരു ഏക്കർ എന്ന് പറയുന്നത്. എത്ര സെൻറ്റാണ് ഒരു ഏക്കർ? 100 സെൻറ്റാണ് ഒരു ഏക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഇത് കൽപ്പാക്കമാണ്. കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഓക്കെ, അടുത്ത ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എഴുത്തച്ഛൻ. ഓക്കെ, മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ്? എന്നാണ് ചോദ്യം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. അത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു? പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രം. പസഫിക് സമുദ്രത്തെ അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സമരം. ഏത് ഇന്ത്യൻ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് സമരമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നുകൂടി അറിയപ്പെടുന്ന ഇന്ത്യൻ സമരം. ഓക്കെ, അതിന് മറ്റൊരു പേരാണ് ഓഗസ്റ്റ് വിപ്ലവം. ഓക്കെ, അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? ഡിസംബർ 31, 1600. ആ വർഷത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഡിസംബർ 31, 1600. അടുത്ത ചോദ്യം, ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ. ആരാണ്? വള്ളത്തോൾ. അടുത്ത ചോദ്യം, തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ജില്ല. തമിഴ്നാടുമായും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൻ്റെ ജില്ല ഏതാണ്? വയനാട്. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1936 സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക്. 1936 സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് സ്ഥാപിച്ചത്? 1936 ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 ക്വസ്റ്റ്യൻസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. റിവൈസ് ചെയ്ത് നോക്കുക. താങ്ക് യു.